ആവി പറക്കുന്ന ചായയുടെ പ്രവർത്തനം പൂർത്തിയായാൽ ഇനി നമുക്ക് ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന ആ ലോഗോയിൽ തന്നിരിക്കുന്ന ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന വാചകം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്നതിന് വേണ്ടി അതൊരു ലോഗോ പോലെ നമുക്ക് തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനായി ഇങ്ക്സ്കേപ്പിൽ ഒരു ചതുരം വരയ്ക്കാം. ചതുരം വരയ്ക്കുന്നു. ഇഷ്ടമുള്ള ഒരു നിറം നൽകുക. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാം. ആവശ്യമുള്ള വാചകങ്ങൾ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന വാചകം ടൈപ്പ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വലിപ്പം ക്രമീകരിച്ച് വയ്ക്കാം. നിറം നൽകുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു നിറവും നൽകാം. അതിനുശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ ഒരു പകർപ്പെടുത്ത് ആ പകർപ്പിനെ മറ്റൊരു നിറം നൽകി നിഴൽ ക്രമീകരിക്കാം. ഇപ്പൊ താഴെയുള്ള ചിത്രത്തിന് കറുത്ത നിറം നൽകി അതൊരു നിഴൽ പോലെ നമുക്ക് ക്രമീകരിക്കാം. ഇപ്രകാരം 2 ലെയറായി ചിത്രങ്ങളെ നൽകി. ഇങ്ക്സ്കേപ്പിനെ സംബന്ധിച്ച് വരയ്ക്കുന്ന വരയും വട്ടവും ചതുരവും എല്ലാം ഒബ്ജക്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് കൂടി ഇങ്ക്സ്കേപ്പ് പരിഗണിക്കുന്ന ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഇപ്പൊ 2 ഒബ്ജക്റ്റുകളെ നമുക്ക് എഡിറ്റ് ചെയ്ത ആ ഒരു പ്രവർത്തനത്തിന്റെ രീതിയിൽ തന്നെ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ഇവയെ നമുക്ക് ഗ്രൂപ്പാക്കാം. ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ഇപ്പോൾ അത് ഒറ്റ ഇമേജ് ആയി കഴിഞ്ഞു. ആ തന്നിരിക്കുന്ന ലോഗോയിലുള്ളതുപോലെ ഇതിനെ വലിപ്പം ഷിഫ്റ്റ് കൺട്രോൾ കീകൾ ഒരുമിച്ച് അമർത്തിപ്പിടിച്ച് റേഷ്യോയിൽ മാറ്റം വരുത്താതെ നമുക്കതിനെ ക്രമീകരിക്കാം. ഇപ്രകാരം ഒരു ലോഗോ തയ്യാറാക്കി അതിന് താഴെ ചേർക്കാം.